ചങ്ങനാശ്ശേരി ചന്തക്കടവ് തിരുക്കുടുംബ ദേവാലയം. ഇത് കേവലം ഒരു ആരാധനാലയം മാത്രം അല്ല, പ്രൗഢഗംഭീരമായ ഒരു കാലഘട്ടത്തിന്റെ തിരുശേഷിപ്പ് കൂടിയാണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ നിന്നും കേവലം 2 കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് വന്നാൽ പണ്ട് രാജഭരണകാലത്ത് വേലുത്തമ്പിദളവായാൽ സ്ഥാപിതമായ ആനയെ കൈമാറ്റം ചെയ്തു തുടക്കം കുറിച്ച ചങ്ങനാശ്ശേരി ചന്തയും അവിടെ സ്ഥിതി ചെയ്യുന്ന തിരുക്കുടുംബ ദേവാലയവും കാണാം. ൽ നിർമ്മാണ തുടക്കം ഇട്ട ഈ ദേവാലയം ഇന്നും ആയിരങ്ങൾക്ക് ആശ്രയ കേന്ദ്രം ആയി നിലകൊള്ളുന്നു. ഈ ദേവാലയത്തിന്റെ തൊട്ടുമുൻപിൽ തന്നെ ആണ് വളരെ വർഷങ്ങൾ പഴക്കമുള്ള ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടി സ്ഥിതി ചെയ്യുന്നത്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയെ ചങ്ങനാശ്ശേരിയുമായി ബന്ധപ്പെടുത്തിയിരുന്ന പഴയ ബോട്ട് ജെട്ടി. ഇപ്പോഴും ഇവിടെ ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. 2018 കേരളം മുഴുവൻ അലയടിച്ച മഹാപ്രളയത്തിന്റെ കാലത്ത് കുട്ടനാട്ടിൽ നിന്നും വന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് താങ്ങും തണലും അഭയവും ആയിരുന്നു ഈ ദേവാലയവും ഇതിന്റെ ചുറ്റും ജീവിക്കുന്ന സ്നേഹിക്കുവാൻ മാത്രം അറിയുന്ന ജനങ്ങളും. തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആണ് ഇവിടെ പ്രധാനമായും ആചരിക്കുന്നത്. എങ്കിലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണത്തിന്റെ ഓർമ്മയാചരണവും വളരെ വർഷങ്ങൾ ആയി ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നുണ്ട്. പഴമ വിളിച്ചോതുന്ന ചിത്രപ്പണികൾ കൊണ്ടും കൊത്തുപണികൾ കൊണ്ടും സമ്പുഷ്ടം ആണ് ഈ ദേവാലയം. നിരവധി സിനിമകൾക്ക് ഈ ദേവാലയവും അതിന്റെ പരിസരവും വേദിയായിട്ടുണ്ട്. ബസ്മതി ബ്ലൂസ് എന്ന ഹോളിവുഡ് മൂവി ഭൂരിഭാഗവും ചിത്രീകരിച്ചത് ഇവിടെയാണ്. ഇന്നും പഴമയെ വിളിച്ചോതുന്ന രീതിയിൽ തന്നെ ആണ് ഈ ദേവാലയവും അതിന്റെ പരിസരവും നിലകൊള്ളുന്നത്. ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ശബ്ദം മനുഷ്യരിൽ നിന്നുള്ളതല്ല, ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.